And although he's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ്. അതിൽ തന്നെ നമ്മളിന്ന് പ്രത്യേകമായിട്ട് 4 അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, നെക്സ്റ്റ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അതേപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ 4 അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻസ്, അതെങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്, എവിടെയൊക്കെ കാണിക്കണം, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്താണെന്ന് നോക്കാം. ട്രയൽ ബാലൻസ് കണ്ടെയ്ൻസ് യൂഷ്വലി ഓൺലി ദോസ് ഐറ്റംസ് ഓഫ് എക്സ്പെൻസ് പെയ്ഡ് ആൻഡ് ഇൻകം റിസീവ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ്. ശരിക്കും പറഞ്ഞാൽ ട്രയൽ ബാലൻസിനകത്ത് നമ്മൾ കാണിക്കുന്നതൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ വർഷം ഒരു സാലറി പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഇടുന്നു വിചാരിച്ചോ. ഇപ്പം മന്ത്ലി ഒരു എംപ്ലോയി ഉണ്ട്, മന്ത്ലി 1000 റുപ്പീസാണ് സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഇയറിൽ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് 12,000 കൊടുക്കണം. പക്ഷേ 2 months അയാൾക്ക് സാലറി കൊടുത്തില്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻസ് എല്ലാം ഈ വർഷത്തെ ഇൻകത്തിന് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് കാണിക്കണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 12,000 സാലറി ഈ വർഷത്തെ എക്സ്പെൻസ് ആണ് അല്ലേ. പക്ഷെ നമ്മുടെ അക്കൗണ്ട്സിൽ എത്രയേ കാണുള്ളൂ? 10,000 മാത്രമല്ലേ കാണുള്ളൂ. അപ്പം ബാക്കി 2,000 എന്ന് പറയുന്നത് പക്ഷേ ഈ വർഷം റെക്കോർഡ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ട്രയൽ ബാലൻസിൽ കാണില്ല. ട്രയൽ ബാലൻസ് എത്ര മാത്രമേ കാണുള്ളൂ? സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് 10,000 മാത്രമേ കാണുള്ളൂ അല്ലേ. ബട്ട് ദർ ബി സർട്ടൻ ഐറ്റംസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആൻഡ് ഇൻകം ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് and some other special items which are to be adjusted on preparing final accounts. ഇപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസസ് മാത്രം എടുത്ത് നമുക്ക് അതുകൊണ്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടി വരും അല്ലേ. ഇപ്പോൾ സാലറി നമുക്ക് 12,000 ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ ഈ 2,000 എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വരും. ഈ ഔട്ട്സ്റ്റാൻഡിങ്സ് എന്ന് വെച്ചാൽ ഈ 2,000 പോലത്തെ അല്ലാതെ നമ്മൾ ചിലപ്പോൾ അടുത്ത വർഷത്തെ എക്സ്പെൻസ് ഈ വർഷം അടച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഈ വർഷം കാണിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വർഷം മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സാലറിയുടെ കേസെല്ലാം നോക്കാം നമുക്ക്. ഇപ്പോൾ 12,000 ആണ് ഈ വർഷം ശരിക്കും സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പെൻസ് കാണിക്കേണ്ടത്. അപ്പം ആ പേഴ്സണിന് നമ്മൾ സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മൾ 2,000 റുപ്പീസ് എക്സ്ട്രാ സാലറി കൊടുത്തു അഡ്വാൻസ് ആയിട്ട്. അടുത്ത വർഷത്തെ 2 മാസത്തെ അഡ്വാൻസ് ആയിട്ട് അയാൾക്ക് ആവശ്യം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പം നമ്മുടെ സാലറി എക്സ്പെൻസിൽ എത്രയാണ് ഉണ്ടാവുക? 14,000 അല്ലേ. 14,000 നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റില്ല അല്ലേ. ഈ വർഷത്തത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും. അതുകൂടാതെ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് വരും എന്ന് വെച്ചാൽ നമുക്ക് പ്രൊവിഷൻസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. In order to ascertain the true profit or loss, the trading and profit loss account of the business for a particular period must include all expenses and income of that period, not withholding their payments and receipt. അപ്പം നമ്മുടെ ശരിക്കുള്ള പ്രോഫിറ്റ് കാണിക്കണമെങ്കിൽ ഈ വർഷത്തെ എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും ഈ വർഷം തന്നെ കാണിക്കണം. ഈ വർഷം പേ ചെയ്താലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഈ അടുത്ത വർഷത്തെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് -8 എന്ന് വെച്ചാൽ ഈ വർഷത്തെ എമൗണ്ട് മാത്രമായിട്ട് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. Adjusting entries are the journal entries passed at the time of the preparation of financial statements to adjust the outstanding and prepaid expense. ഇപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ളത്, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുന്നേ അടച്ചു പോയത്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യണം. ആൻഡ് ഇൻകം ആൻഡ് അതർ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ആൻഡ് ഗെയിൻസ്, അതേപോലെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലോസസിന് നമ്മൾ പ്രൊവിഷൻസ് വെക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്തിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസിൽ അതില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഐറ്റംസ് നമ്മുടെ ട്രയൽ ബാലൻസിനകത്തും കാണില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രീസിനാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് റെഫർ ടു ദോസ് എക്സ്പെൻസ് വിച്ച് ഹാവ് ബിക്കം ഡ്യൂ ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് ഫോർ വിച്ച് ദ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ബട്ട് ഹാവ് നോട്ട് യെറ്റ് ബീൻ പെയ്ഡ്. ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഡ്യൂ ആയി എന്ന് വെച്ചാൽ ഈ വർഷം കൊടുക്കേണ്ട എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. പക്ഷേ ഈ അക്കൗണ്ടിംഗ് പീരിയഡിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് നമുക്കത് കൊടുത്തിട്ടില്ല. As the expense have been incurred in the earning of income,
during the accounting period itself they should be charged to the trading and profit and loss account. ഈ വർഷത്തെ ഇൻകത്തിന്റെ കൂടെ തന്നെ അത് ചാർജ് ചെയ്യേണ്ടത് കൊണ്ട് അതിന്റെ മേലെ തന്നെ ചാർജ് ചെയ്യേണ്ട എക്സ്പെൻസസ് ആയത് കൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചേ പറ്റുള്ളൂ. ദ എൻട്രി ടു ബ്രിങ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിനുള്ള എൻട്രി എന്ന് പറയുന്നത് എക്സ്പെൻസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ് അതിന്റെ ജേർണൽ എൻട്രി. നമ്മൾ സാധാരണ ജേർണൽ എൻട്രി കാണിക്കാറില്ല, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ കാണിക്കാറുള്ളൂ. ജേർണൽ എൻട്രി ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എക്സ്പെൻസ് അക്കൗണ്ട് to outstanding expense account. The expense account is charged to the trading profit loss account. It is a nominal account. ഇപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യാറുണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഇസ് എ പേഴ്സണൽ അക്കൗണ്ട് റെപ്രസെൻറ്റിംഗ് ദ പേഴ്സൺ ടു ഹൂം ദ എക്സ്പെൻസ് ഹാസ് ടു ബി പെയ്ഡ്. പക്ഷെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. നമ്മൾ ഏത് പേഴ്സണിനാണ് ആ പേയ്മെന്റ് നടത്തേണ്ടത് എന്ന രീതിയിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് therefore shown as liability in the balance sheet. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഇഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അപ്പിയർ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ് ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് ഓൺലി ആസ് ലാബിലിറ്റി. അപ്പം ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ശരിക്കും ഈ വർഷം കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ആണ്, പക്ഷെ നമ്മളത് കൊടുത്തിട്ടില്ല. അതിനാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എവിടെയാണ് തന്നത് എന്നതിനനുസരിച്ചായിരിക്കണം ട്രീറ്റ്മെന്റ്. ഇപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അപ്പോൾ പിന്നെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണ്ട അല്ലേ, അത് ഓൾറെഡി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസിനകത്താണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് തന്നതെങ്കിൽ അത് ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു എന്നർത്ഥം. ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് നമ്മൾ ട്രയൽ ബാലൻസ് കാണിക്കുന്നത്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും അത് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ട. പക്ഷെ ബാലൻസ് ഷീറ്റിൽ ആ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലാബിലിറ്റി ആയിട്ട് കാണിക്കണം. എന്തുകൊണ്ടാണ് ലാബിലിറ്റി ആയിട്ട് കാണിക്കുന്നത്? ഇപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ കൊടുക്കാത്തത്. അപ്പം അടുത്ത വർഷം അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ എഫക്ട് ചെയ്യാൻ പോകുന്നത്? അടുത്ത വർഷം നമ്മൾ എക്സ്ട്രാ, ഈ വർഷം 12,000 സാലറി കൊടുക്കണമായിരുന്നു, നമ്മൾ 10,000 കൊടുത്തുള്ളൂ. അപ്പോൾ അടുത്ത വർഷം 12,000 കൂടെ 10,000 എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടി വന്നു അല്ലേ, എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ലാബിലിറ്റി ആയിട്ട് വന്നു. അപ്പോൾ അടുത്ത വർഷത്തെ കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാബിലിറ്റി ആണോ അസറ്റ് ആണോ. അപ്പോൾ ഈ വർഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിൽ മാത്രം കാണിക്കാം. ഇനി അഡ്ജസ്റ്റ്മെന്റിനാ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി നമ്മുടെ ലെഡ്ജർ അക്കൗണ്ട്സിൽ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മളത് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആ കൺസേൺഡ് ഐറ്റത്തിന് കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സാലറിയുടെ കേസ് ആണെങ്കിൽ 10,000 ആണ് നമ്മൾ ലെഡ്ജറിനകത്ത് കാണുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞു 2,000 കൂടി കൊടുക്കാനുണ്ട് എന്ന് വെച്ചാൽ 2,000 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനകത്ത് സാലറി എന്ന് പറഞ്ഞിട്ട് 12,000 കാണിക്കണം അല്ലേ. ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രയൽ ബാലൻസിനടുത്ത് 10,000 രൂപ എഴുതി പ്ലസ് അല്ലെ 12 അല്ലേ നമുക്ക് ആക്കേണ്ടത്, പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആ 2,000 കൂടി ആഡ് ചെയ്തിട്ട് വേണം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ. അത് എവിടെ കാണിച്ചാൽ അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെ അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെയും കാണിക്കണം. രണ്ട് സ്ഥലത്ത് കാണിക്കുക. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആ കൺസേൺഡ് ഐറ്റത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം, അതുകൂടാതെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി ട്രയൽ ബാലൻസിന്റെ അകത്താണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. അത് ഓൾറെഡി നമ്മളെ ലെഡ്ജർ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആർ ദ എക്സ്പെൻസസ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഹാസ് നോട്ട് ബീൻ ഫുള്ളി എൻജോയ്ഡ് ബിഫോർ ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റെന്റ് കൊടുക്കേണ്ടതുണ്ട്, ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. നമ്മൾ അടുത്ത ഒരു 3 മാസത്തെ റെന്റ് കൂടി നമ്മൾ ഈ വർഷം തന്നെ കൊടുത്തു വെച്ചു. അപ്പോൾ ശരിക്കും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് അടുത്ത വർഷമേ റിസീവ് ചെയ്യാനുള്ളൂ അല്ലേ, പക്ഷെ അതിന്റെ പേയ്മെന്റ് ഇപ്പൊ തന്നെ നടത്തി വെച്ചു. ഇതിനാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഎക്സ്പയർഡ് എക്സ്പെൻസസ്. അത് എക്സ്പയർഡ് ആയില്ല അല്ല, അതിന് ഡേറ്റ് വന്നില്ല, അതിന് മുന്നേ നമ്മൾ പേ ചെയ്തിരിക്കുവാണ്. അതിനാണ് നമ്മൾ അൺഎക്സ്പയർഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദർ ബെനിഫിറ്റ്സ് വിൽ ബി അവൈലബിൾ ഇൻ സബ്സിക്വന്റ് ഇയേഴ്സ്. ഇപ്പം നമ്മൾ റെന്റ് ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷത്തെ 2-3 മാസത്തേക്കുള്ള റെന്റ് കൂടി നമുക്ക് 2-3 മാസത്തേക്കുള്ള ബെനിഫിറ്റ് കൂടി നമുക്ക് അവൈലബിൾ ആയി. ഇപ്പം സച്ച് എക്സ്പെൻസസ് ആർ ഓൾറെഡി പെയ്ഡ്, ദേ മേ ഫോം എ പാർട്ട് ഓഫ് ട്രയൽ ബാലൻസ്. അപ്പം നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് അത് കാണും, റെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കാണും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പ്രീപെയ്ഡ് എമൗണ്ട് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും.
ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കാണിക്കാൻ പാടുണ്ടോ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സാലറിയുടെ എക്സാമ്പിൾ തന്നെ നോക്കാം. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ 12,000 ആണ് സാലറി കൊടുക്കേണ്ടത് ഒരു വർഷം, 1,000 പെർ മന്ത് വെച്ചിട്ട് അയാൾ അഡ്വാൻസ് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്തു? അടുത്ത വർഷത്തെ 2 മാസത്തെ കൂടി കൊടുത്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ 14,000 പേ ചെയ്തു. അപ്പോൾ 14,000 പേ ചെയ്തു എന്നുള്ളതായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ എത്ര പേ ചെയ്തു അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് നമ്മൾ ബാലൻസിനകത്ത് സാലറി എന്ന് പറഞ്ഞിട്ട് 14,000 ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 12,000 ഈ വർഷം കാണിക്കാൻ പാടുള്ളൂ അല്ലേ? അപ്പം ആ പ്രീപെയ്ഡ് പാർട്ട് നമ്മുടെ ബാലൻസിനകത്ത് കിടപ്പുണ്ടാവും. For calculating actual profit, the prepaid portion of expenditure should be deducted from total amount paid. ഇപ്പോൾ നമുക്ക് 12,000 ആണ് വേണ്ടത്. ഇപ്പോൾ പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം അല്ലേ? 14,000 12,000 ആക്കണമെങ്കിൽ നമ്മൾ ആ 2,000 എക്സ്ട്രാ കൊടുത്തത് മൈനസ് ചെയ്യണം. The amount of prepaid expense is shown on the asset side of balance sheet. ഇനി ബാലൻസ് ഷീറ്റ് കാണിക്കുവാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ബാലൻസ് ഷീറ്റ് പറയുമ്പം ആലോചിക്കേണ്ടത് അടുത്ത വർഷം അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഇപ്പോൾ ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു? 12,000 കൊടുക്കേണ്ടത് അതും കൊടുത്തു. അടുത്ത വർഷം 2,000 കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം അടുത്ത വർഷം നമുക്ക് ബേർഡൻ കുറഞ്ഞു അല്ലേ? നമുക്ക് ഗുണമുള്ള കാര്യമാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. ഈ വർഷം എക്സ്ട്രാ കൊടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അടുത്ത വർഷത്തെ കാര്യം നോക്കിയിട്ടാണ് നമ്മൾ അസറ്റ് ആണോ ലാബിലിറ്റി ആണോ തീരുമാനിക്കേണ്ടത്. അപ്പം അടുത്ത വർഷം നമ്മൾ 2,000 കുറച്ചിട്ട് കൊടുത്താൽ മതി, നമുക്ക് ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ നേരെ അസറ്റ് സൈഡിൽ കാണിക്കുക. അത്ര ചിന്തിച്ചാൽ മതി, കൂടുതൽ നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ അടുത്ത വർഷം നമ്മൾ 2,000 എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ അടുത്ത വർഷം നമുക്ക് പണി കിട്ടിയെന്ന് അർത്ഥം. അപ്പം നേരെ ലാബിലിറ്റി സൈഡിൽ കൊണ്ടിടാം. ഇനി നമുക്ക് ഗുണമാണ് അടുത്ത വർഷം അല്ലേ? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആകുമ്പോൾ നമ്മൾ അടുത്ത വർഷം 2,000 കുറച്ചിട്ട് ഇനി കൊടുത്താൽ മതി. അത് ഓൾറെഡി നമ്മൾ ഈ വർഷം കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നേരെ അസറ്റ് സൈഡിൽ എഴുതാം. ഇത്ര ആലോചിച്ചാൽ മതി, കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ജനറലി ഇൻഷുറൻസ് പ്രീമിയം, ടാക്സസ് എക്സെട്ര ആർ പെയ്ഡ് ഇൻ അഡ്വാൻസ്. നോർമലി ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ ടാക്സ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി ഫോർ പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസിന് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എപ്പിയർ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന് അകത്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തു എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഇനി ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ പിന്നെയും കാണിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിനകത്ത് മാത്രം കാണിച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും എക്സ്പെൻസിനെ പറ്റിയാണ് അല്ലേ? അതേ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻകത്തിലും നമുക്ക് ട്രാൻസാക്ഷൻസ് വരാം. അതാണ് നമ്മളൊക്കെ ഇനി പഠിക്കാനുള്ളത്. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അതല്ല ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഓർ എക്രൂഡ് ഇൻകം എന്ന് കൂടെ പറയും. ഇപ്പം ഇൻകം ഏൺഡ് നമുക്ക് ശരിക്കും കിട്ടേണ്ടതാണ്, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. എന്നുവെച്ചാൽ ഈ വർഷത്തെ ഇൻകം ആണ്, ശരിക്കും ഈ വർഷം റെക്കോർഡ് ചെയ്യേണ്ടതാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് കമ്മീഷൻ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ കമ്മീഷൻ ഈ ലാസ്റ്റ് നമുക്ക് ഡിസംബറിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ഡിസംബറിൽ കിട്ടേണ്ട കമ്മീഷൻ ജാനുവരിയിലാണ് കിട്ടിയത്, പക്ഷെ ഡിസംബറിലാണ് ശരിക്കും നമുക്ക് റിസീവ് ചെയ്യേണ്ടത് അല്ലേ? ഡിസംബറിൽ നടന്ന ട്രാൻസാക്ഷൻ്റെ മേലെയുള്ള കമ്മീഷനാണ്, ഡിസംബറിൽ നടത്തിയ സെയിലിൻ്റെ മേലെയുള്ള കമ്മീഷനാണ് ഡിസംബറിൽ റിസീവ് ചെയ്യേണ്ടതാണ്. പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലേറ്റ് ആയതുകൊണ്ട് ജനുവരിയെ കിട്ടിയുള്ളൂ. അപ്പോൾ ഡിസംബറിൽ നമ്മൾ ബുക്സ് ക്ലോസ് ചെയ്യുമ്പം നമ്മുടെ എവിടെയും അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ അല്ലേ? കിട്ടിയില്ല, അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അത് കാണിച്ചല്ലേ പറ്റുള്ളൂ. ഈ വർഷം കിട്ടേണ്ടതാണ്. ഈ വർഷത്തെ കറസ്പോണ്ടിങ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എഴുതിയേ പറ്റുള്ളൂ. അത് കിട്ടിയാലും ഇല്ലെങ്കിലും കൊടുത്താലും ഇല്ലെങ്കിലും അല്ലേ? അപ്പം it may often happen that certain items of income such as interest on investment, ഇത് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ നടക്കാം. നമ്മൾ ബാങ്കിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇപ്പം ഈ വർഷത്തെ ഡിസംബറിലുള്ള ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യണം ആ മന്തിലെ, പക്ഷെ നമുക്കത് റിസീവ് ചെയ്ത് ജനുവരിയിലായി എന്ന് വരാം. ക്രെഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആയി. അതുപോലെ കമ്മീഷൻ്റെ കേസിൽ അങ്ങനെ വരാം. ആർ ഏൺഡ് ഡ്യൂറിങ് ദ കറണ്ട് അക്കൗണ്ടിങ് ഇയർ ബട്ട് ഹാവ് നോട്ട് ബീൻ ആക്ച്വലി റിസീവ്ഡ്. നമ്മൾ കയ്യിൽ കിട്ടിയില്ല ബൈ ദ എൻഡ് ഓഫ് ദ സെയിം ഇയർ. ആ എൻഡ് ആവുന്ന സമയത്ത് വരെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. സച്ച് ഇൻകം ആർ നോൺ ആസ് ഔട്ട്സ്റ്റാൻഡിങ് ഓർ എക്രൂഡ് ഇൻകം. ഇതിനാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഓർ എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ദ അഡ്ജസ്റ്റിംഗ് എൻട്രി, അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ എക്രൂഡ് ഇൻകം അക്കൗണ്ട് ടു ഇൻകം അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്കത് ഈ വർഷം കാണിക്കണം, പക്ഷെ നമ്മളെ കയ്യിൽ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലല്ലേ കാണിക്കേണ്ടത്? ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആ എമൗണ്ട് കാണിച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി 11 മാസത്തെ കമ്മീഷൻ നമ്മുടെ എഴുതിയിട്ടുണ്ട്. 12ാമത്തെ മാസത്തെ കമ്മീഷൻ നമ്മുടെ കയ്യിലില്ല, പക്ഷെ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം അല്ലേ? അപ്പം ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്
അല്ലെങ്കിൽ എക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞത് ആഡ് ചെയ്ത് കാണിക്കുക. എക്സ്പെൻസ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്താണ് കാണിക്കേണ്ടത്. ഇൻകം ആണെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആവും. ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആവും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് തന്നെയായാലും നമ്മൾ ആഡ് ചെയ്താണ് കാണിക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ എവിടെയാണ് ആ ഐറ്റം കിടക്കുന്നത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഇനി ബാലൻസ് ഷീറ്റിലുള്ളത് ആലോചിച്ച് നോക്കിയാൽ അടുത്ത വർഷത്തെ കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത്, അല്ലേ? അപ്പം ബാലൻസ് ഷീറ്റിൽ അടുത്ത വർഷം, ഈ വർഷം എനിക്ക് കിട്ടാനുള്ള ഇൻകം കൂടി അടുത്ത വർഷം കിട്ടി, അല്ലേ? എക്സ്ട്രാ നമുക്ക് കിട്ടി. അപ്പം എക്സ്ട്രാ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഗുണമുള്ള കാര്യമാണ്, നേരെ അസറ്റ് സൈഡിൽ എഴുതി കൊടുക്കാം. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിൽ അടുത്ത വർഷം പേ ചെയ്യേണ്ടി വരും, ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണെങ്കിൽ അടുത്ത വർഷം നമുക്ക് കിട്ടാനുള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് സൈഡിൽ കാണിക്കണം. ഇൻകം അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. എക്രൂഡ് ഇൻകം അക്കൗണ്ട് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ട്രയൽ ബാലൻസിന്റെ അകത്ത് മാത്രം കാണിക്കുവാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തെന്നർത്ഥം. നെക്സ്റ്റ് ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് നടക്കാം. ഇപ്പം എനിക്ക് ജനുവരിയിൽ കിട്ടേണ്ട കമ്മീഷൻ കൂടെ, അല്ലെങ്കിൽ ജനുവരിയിൽ കിട്ടേണ്ട ഇൻട്രസ്റ്റ് കൂടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻകം കൂടെ എനിക്ക് ഡിസംബറിൽ തന്നെ തന്നു. ഇപ്പം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് എനിക്ക് ഇൻകം കിട്ടി. ഇപ്പം അഡ്വാൻസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം അക്കൗണ്ടിനകത്ത് എക്സ്ട്രാ എമൗണ്ട് കിടപ്പുണ്ടാവും. എക്സ്ട്രാ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എഴുതുമ്പോഴത്തേക്കും ഈ എക്സ്ട്രാ എമൗണ്ട് കാണിക്കാൻ പാടില്ലല്ലോ, അടുത്ത വർഷത്തെ അല്ലാതെ ഈ വർഷത്തെ ആക്കി മാറ്റണം. അപ്പം നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം. ഏത് ഐറ്റം ആണോ ആ ഐറ്റത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇനി ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഫക്റ്റ് വരുന്നത്? അടുത്ത വർഷം കിട്ടേണ്ട ഒരു ഐറ്റം ഈ വർഷം കിട്ടി, അതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത വർഷം അത്ര എമൗണ്ട് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ, അല്ലേ? കുറച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാബിലിറ്റി സൈഡിൽ കാണിക്കാം, അല്ലേ? കുറച്ചാണ് കിട്ടാൻ പോകുന്നത്, ഇൻകം കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളത് ലാബിലിറ്റി സൈഡിൽ കാണിക്കാം. അപ്പം അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് ഇൻകം അക്കൗണ്ട് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ആണ്. അപ്പം ഇതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എഴുതി വെച്ചോ. അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിൻ്റെ അകത്ത് കിടക്കുവാണെങ്കിൽ നമ്മൾ എവിടെ കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിനകത്ത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നമ്മളത് ലാബിലിറ്റി സൈഡിൽ കാണിച്ചു. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്താണ് കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ വർഷം കൊടുക്കേണ്ടത് കൊടുത്തില്ല, അല്ലേ? പക്ഷെ കൊടുത്തതായിട്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കാണിക്കുക, ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിനകത്താ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു? പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മൾ അടുത്ത വർഷം കൊടുക്കേണ്ട എക്സ്പെൻസ് ഈ വർഷം കൊടുത്തിരിക്കുവാണ്, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അത് മൈനസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ഈ വർഷം കൊടുത്തു, അപ്പോൾ അടുത്ത വർഷം നമുക്ക് കൊടുക്കണ്ട, അല്ലേ? നമുക്ക് ഗുണമുള്ള കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് സൈഡിൽ കാണിച്ചു. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് അകത്താ ഉള്ളതെങ്കിൽ നമ്മൾ എവിടെ കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിൽ മാത്രം, അസറ്റ് സൈഡിൽ മാത്രം കാണിക്കാം. ഇനി നെക്സ്റ്റ് ഇൻകത്തിൻ്റെ കേസ് വരാണ്. ഇൻകത്തിൻ്റെ കേസിലും ഈ 2 കാര്യങ്ങൾ വരാം. ഒന്നാമത്തെ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, ഈ വർഷത്തെ നമുക്ക് ഈ വർഷം കിട്ടിയില്ല. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. പക്ഷെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ കിട്ടിയില്ല, അടുത്ത വർഷം അത് കിട്ടും, അപ്പം അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി നെക്സ്റ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, അടുത്ത വർഷത്തെയും കൂടി ഈ വർഷം കിട്ടിയിരിക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ കൺസേൺഡ് ഐറ്റത്തിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കാണിക്കണം. അടുത്ത വർഷം എഴുതുമ്പോഴോ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി, അപ്പോൾ കിട്ടി കഴിഞ്ഞാൽ അടുത്ത വർഷം കിട്ടാനില്ല, അതുകൊണ്ട് അടുത്ത വർഷത്തേൽ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിച്ചു. ഇത്രയാണ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഇതെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അകത്ത് വരുവാണെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. ട്രയൽ ബാലൻസിന്റെ അകത്ത് വരുവാണെങ്കിൽ ബാലൻസ് ഷീറ്റിനകത്തുള്ള കാര്യം മാത്രം ചെയ്താൽ മതി, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ പിന്നെ കാണിക്കേണ്ട. ഇത്രയും കാര്യങ്ങളുടെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 30th June 2014 ആൻഡ് എ ബാലൻസ് ഷീറ്റ് as on that date from the following ട്രയൽ ബാലൻസ്. ഇപ്പോൾ ട്രയൽ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്, പെർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കാം. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പർച്ചേസ് 20,000 തന്നിട്ടുണ്ട്, വേജസ് 1,200 തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട് 30,000, ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് തന്നിട്ട് 800 തന്നിട്ടുണ്ട്,
ഫാക്ടറി എക്സ്പെൻസ് 700 തന്നിട്ടുണ്ട്. കമ്മീഷൻ 3800. കമ്മീഷൻ നോക്കുക, ക്രെഡിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത് 3800. സാലറീസ് 900 തന്നിട്ടുണ്ട്. ക്യാരേജ് ഔട്ട്വേർഡ്സ് തന്നിട്ടുണ്ട് 300. ക്യാരേജ് ഡ്യൂ തന്നിട്ടുണ്ട് 200. റെന്റ് തന്നിട്ടുണ്ട് 1200. ഇപ്പം ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതിൽ കൂടുതലുണ്ട്, നമുക്ക് വായിക്കാം ബാക്കി. ഇപ്പം ഇത്ര ഐറ്റംസിന്റെ കാര്യം. അപ്പം നമ്മൾ ട്രയൽ ബാലൻസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ഒന്നുകിൽ എക്സ്പെൻസ് ആയിരിക്കും അല്ലെങ്കിൽ അസറ്റ്സ് ആയിരിക്കും. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെയോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെയോ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റം ആയിരിക്കും, അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ആദ്യം തന്നെ. ഇനി ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഒന്നുകിൽ ലാബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഐറ്റം നമ്മൾ അത് മനസ്സിലാക്കി എടുത്താൽ തന്നെ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടാലി ആയിക്കോളും. ബാലൻസ് ഷീറ്റ് വരെയുള്ള കാര്യങ്ങൾ അങ്ങ് ടാലി ആയിക്കോളും. നമ്മൾ സൈഡ് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഐറ്റംസ് ഓക്കെ ആവും. അപ്പോൾ ക്യാപിറ്റൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് 10,000 തന്നിരിക്കുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ ലാബിലിറ്റി ആയിരിക്കും അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇൻകം അല്ലല്ലോ, മോർ ദാൻ 1 ഇയറിൻ്റെ ആണ്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ വരേണ്ട ഐറ്റമാണ്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് സെയിൽസ് അല്ലേ. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ് സെയിൽസ് എന്ന് പറയുന്നത്. കമ്മീഷൻ തന്നിട്ടുണ്ട് ക്രെഡിറ്റ് സൈഡിൽ 3800. അപ്പം കമ്മീഷൻ റിസീവ്ഡ് ആണെന്ന് അർത്ഥം, എന്ന് വെച്ചാൽ ഇൻകം ആണ് അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഇൻകം ആയിരിക്കാം അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ. കമ്മീഷൻ എന്തായാലും ബാലൻസ് ഷീറ്റിൽ കാണിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എവിടെ കമ്മീഷൻ വരുന്നത് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ക്യാരേജ് ഡ്യൂ എന്നുള്ള ഐറ്റം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അകത്ത് തന്നിരിക്കുവാണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അകത്ത് തന്നിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ക്യാരേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അല്ലേ, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ്, പേ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അകത്ത് തന്നതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. ഇനി റെന്റ് തന്നിട്ടുണ്ട് ക്രെഡിറ്റ് സൈഡിൽ 1200 എന്ന് വെച്ചാൽ റെന്റ് റിസീവ്ഡ് ആണ് 1200. ഇപ്പോൾ ഇൻകം സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ഇനി ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന പർച്ചേസ് 20,000 നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ് അല്ലേ. അസറ്റ് അല്ല എന്തായാലും പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി വേജസ് 1200. വേജസ് എവിടെ കാണിക്കേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ 1200 കാണിക്കണം. എന്തുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത് വേജസ്, നമ്മൾ ഡയറക്റ്റ് ലേബറേഴ്സിന് കൊടുക്കുന്ന ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. ഇനി നെക്സ്റ്റ് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് 800. ഇപ്പോൾ ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ 800 ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. ഫാക്ടറി എക്സ്പെൻസ് എന്തായാലും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് അല്ലേ, ഇതൊന്നും അസറ്റ് ഒന്നുമല്ല. നെക്സ്റ്റ് വരുന്നത് സാലറി എവിടെ കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ക്യാരേജ് ഔട്ട്വേർഡ്സ് പുറത്തേക്ക് പോയ വണ്ടിയുടെ കൂലിയാണ്. ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആണ്, പർച്ചേസ് റിലേറ്റഡ് അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. നെക്സ്റ്റ് നോക്കാം, ക്യാഷ് തന്നിട്ടുണ്ട് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഐദർ എക്സ്പെൻസ് ഓർ അസറ്റ് ആണ്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ, എക്സ്പെൻസ് അല്ലല്ലോ എന്തായാലും. ക്യാഷ് അറ്റ് ബാങ്ക് ആണ് 1400. അപ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് റിപ്പയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 500 തന്നിട്ടുണ്ട്, എന്തായാലും നമുക്ക് അസറ്റ് അല്ല, നമ്മുടെ എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ റിപ്പയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബിൽഡിംഗ് 16,000 ഇവിടെ കാണിക്കണം, അസറ്റ് സൈഡിൽ കാണിക്കണം. റിട്ടേൺസ് ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. റിട്ടേൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് റിട്ടേൺസ് വരും, പർച്ചേസ് റിട്ടേൺസ് വരും. ഇപ്പോൾ റിട്ടേൺസ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തതാണ്, ഇങ്ങോട്ടപ്പോൾ റിട്ടേൺ ചെയ്യാൻ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യും. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സെയിൽസ് എവിടെയാണുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സെയിൽസ് റിട്ടേൺസ് വരാം. ഇപ്പോൾ സെയിൽസ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തരാം, ഇപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ളത് സെയിൽസ് റിട്ടേൺസ് ആയിരിക്കും. പർച്ചേസ് നമുക്ക് തരുന്നത് ഡെബിറ്റ് സൈഡിലാണ്, അപ്പം ക്രെഡിറ്റ് സൈഡിലുള്ളത് പർച്ചേസ് റിട്ടേൺസ് ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കിടക്കുന്നത് ഡെറ്റർ ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നത് ക്രെഡിറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട് 800, ഡെബിറ്റ് സൈഡിൽ നമ്മൾ അസറ്റ് ആണ് അല്ലേ. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 800 തന്നിട്ടുണ്ട്, ലാബിലിറ്റി ആണ്. നെക്സ്റ്റ് ടെലിഫോൺ എന്ന് പറഞ്ഞിട്ട് 100 തന്നിട്ടുണ്ട്, അത് എക്സ്പെൻസ് ആണ്, അത് എന്ത് ചെയ്യാം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഇനി സ്റ്റോക്ക് ഓൺ 1st July 2013 തന്നിട്ടുണ്ട് 2000. അപ്പം നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കാണ് അത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പം ഇത്രയും ഐറ്റംസ് നോക്കാം. അതിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, അതുകൂടി പറയാം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ₹800. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ഐറ്റം നമ്മൾ രണ്ട് സ്ഥലത്ത് കാണിക്കണം അല്ലേ. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 800. ആദ്യം മനസ്സിലാക്കേണ്ടത് കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ആണ് അല്ലേ.
ഇൻകം നമ്മൾ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ ഈ വർഷത്തെ അക്കൗണ്ടിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം അല്ലേ. ശരിക്കും ഈ വർഷത്തെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അഡ്വാൻസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെയും കൂടി നമ്മൾ ഈ വർഷം റിസീവ് ചെയ്ത് പോയിട്ടുണ്ട്. 800 നമ്മൾ കമ്മീഷൻ മൈനസ് ചെയ്ത് കാണിക്കണം. ഇനി ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണം, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത വർഷത്തെ 800 നമ്മളിപ്പോൾ കിട്ടി. അപ്പോൾ അടുത്ത വർഷം 800 കുറച്ചേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 800 ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി റെന്റ് റിസീവബിൾ ₹600. റെന്റ് നമുക്ക് ഇൻകം ആണ്. അപ്പോൾ 600 നമുക്ക് റിസീവ് ചെയ്യണമായിരുന്നു, പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 600 ഈ വർഷത്തെ ആണ് അല്ലേ. അപ്പോൾ ഈ വർഷത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ആഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇനി അടുത്ത വർഷം, ഈ വർഷം റിസീവ് ചെയ്യേണ്ടത് റിസീവ് ചെയ്തില്ല അല്ലേ. അപ്പോൾ അടുത്ത വർഷം അതും കൂടി കൂടുതലായിട്ട് നമുക്ക് റിസീവ് ചെയ്യും. അതുകൊണ്ട് നമ്മളത് SSIയിൽ കാണിക്കാം. ടെലിഫോൺ ചാർജസ് ഡ്യൂ, ടെലിഫോൺ എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഡ്യൂ ആയി നമ്മൾ പേ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഡ്യൂ എന്ന് പറഞ്ഞാൽ ബട്ട് നോട്ട് പെയ്ഡ് എന്ന് നിങ്ങൾ അങ്ങോട്ട് ഫില്ല് ചെയ്തേക്കണം. അപ്പോൾ ഡ്യൂ ആണ് 600, നോട്ട് പെയ്ഡ് ആണ്. അപ്പോൾ ഈ വർഷം പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ഈ വർഷത്തെയാണ്, അതുകൊണ്ട് ഈ വർഷം ആഡ് ചെയ്ത് കാണിക്കുക. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ 600 ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഈ വർഷത്തെ പേ ചെയ്യുന്നത് നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷം എന്ത് ചെയ്യണം, അതും കൂടെ കൂടുതൽ പേ ചെയ്യണം. അപ്പോൾ ലാബിലിറ്റി സൈഡിലാണ് വരുന്നത്. ലാബിലിറ്റി സൈഡിൽ എന്തായിട്ട് കാണിക്കുക, ടെലിഫോൺ ചാർജസ് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് 600 കാണിക്കാം. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പേ ചെയ്തിട്ടില്ല. അപ്പോൾ ടെലിഫോൺ ചാർജസ് വന്നതുപോലെ തന്നെ അപ്പോൾ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം ഔട്ട്സ്റ്റാൻഡിങ്. അതേപോലെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, ഈ വർഷം പേ ചെയ്യേണ്ട പേ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത വർഷം എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും, 400 ലാബിലിറ്റി സൈഡിൽ വരും. സാലറി പ്രീ പെയ്ഡ്, അടുത്ത വർഷത്തെയും കൂടി ഈ വർഷം പേ ചെയ്തിരിക്കുകയാണ് സാലറി. ഇപ്പോൾ 200 അടുത്ത വർഷത്തെയാണ്. ഇപ്പോൾ സാലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 200 മൈനസ് ചെയ്ത് കാണിക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ, നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അടുത്ത വർഷത്തെയും കൂടി ഈ വർഷം പേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് അത്രയും കുറച്ച് പേ ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, SSIയിൽ കാണിക്കാം. സാലറി പ്രീപെയ്ഡ് SSIയിൽ കാണിക്കാം. അതിന് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് രണ്ട് സ്ഥലത്ത് കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ അഡ്ജസ്റ്റ്മെന്റിൽ കാണിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ ക്ലോസ് ചെയ്ത ഡേറ്റിലുള്ള നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ്. ഇപ്പം ബുക്സ് ഓഫ് അക്കൗണ്ടിലും ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റോക്കിന്റെ കണക്ക് കാണിക്കുന്നത്. അപ്പം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് തരുന്നത്. അപ്പം അത് രണ്ട് സ്ഥലത്തും കാണിക്കണം. റെക്കോർഡ് ചെയ്യാത്തതാണ് രണ്ട് സ്ഥലത്തും കാണിക്കണം. ഒന്ന് എവിടെയാണ് കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. അതേപോലെ ബാലൻസ് ഷീറ്റിൽ SSIയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് കാണിക്കണം. അപ്പം അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ക്ലിയർ അല്ലേ. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് റഫായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോ നോക്കാലോ. എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് അപ്പം എല്ലാവരും ചെയ്തില്ലേ നോക്കാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ടി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നോക്കി എഴുതാൻ പറ്റും. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പെർച്ചേസും അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർച്ചേസിലോ പ്രൊഡക്ഷനിലോ വന്ന എക്സ്പെൻസസും മാത്രം കാണിക്കും. ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 2000, പെർച്ചേസ് തന്നിട്ടുണ്ട് 20,000, റിട്ടേൺസ് തന്നിട്ടുണ്ട് 700 ആണ്. അതും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 19,700. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ഫാക്ടറിയിൽ വന്ന എക്സ്പെൻസസും പെർച്ചേസ് ചെയ്യുമ്പോൾ വന്ന എക്സ്പെൻസസും ആണ്. ഇപ്പോൾ വേജസ് എന്താണ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ സാധാരണ വേജസ് കൊടുക്കുക. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാലറി. അതാണ് നമ്മുടെ അസംഷൻ. ഇപ്പോൾ വേജസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. വേജസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ടായിരുന്നു 400. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടോട്ടൽ വേജസ് 1600 വന്നു. നെക്സ്റ്റ് ഫാക്ടറി എക്സ്പെൻസസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതണം, സെയിൽസ് എഴുതണം, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണം. സെയിൽസ് എഴുതി. അതേപോലെ റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടേൺസ് 500 ആണ്. അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ഓർമ്മയുണ്ടോ, നമുക്ക് റിട്ടേൺസ് ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് ഒരുമിച്ചാണ് തന്നിട്ടുണ്ടായത്. ഇപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലുള്ള റിട്ടേൺസ് ആണ് സെയിൽസ് റിട്ടേൺസ്. ഇപ്പോൾ 500 റിട്ടേൺസ് മൈനസ് ചെയ്തു, ബാക്കി 29,500 എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 4,200. അത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. അതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ് 9,300 ഗ്രോസ് പ്രോഫിറ്റ്. എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം എവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റി, എന്തുകൊണ്ട് തെറ്റ് പറ്റിയെന്ന് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതി. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എക്സ്പെൻസസ് ഒക്കെ എഴുതുക. ഡെബിറ്റ് സൈഡിൽ സാലറി, കാരേജ്, റിപ്പയേഴ്സ്, ടെലിഫോൺ, ഇത്രയാണ് നമ്മുടെ എക്സ്പെൻസസ്.
അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതേപോലെ ടെലിഫോണിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ സാലറിക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രീപെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്തു. എക്സ്പെൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, പ്രീപെയ്ഡ് ലെസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പം നെക്സ്റ്റ് കാരേജ് ഔട്ട്വാർഡ്സ് എഴുതി, റിപ്പയേഴ്സ് എഴുതി, ടെലിഫോണിലും അതേപോലെ ഡ്യൂ എന്ന് വെച്ചാൽ ബട്ട് നോട്ട് പെയ്ഡ് എന്നാണ് അർത്ഥം. അപ്പോൾ പേ ചെയ്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അതും എന്ത് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചു. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബാക്കി വരുന്ന ഇൻകം, ഏതൊക്കെ ഇൻകം വരുന്ന, കമ്മീഷൻ വരുന്നുണ്ടായിരുന്നു, റെന്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കമ്മീഷൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, അടുത്ത വർഷത്തെ 800 റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 800 നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കാം. റെന്റിൽ റിസീവബിൾ ഉണ്ട്, പക്ഷെ റിസീവബിൾ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്തില്ല, റിസീവ് ചെയ്യണമായിരുന്നു, അപ്പോൾ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വർഷത്തെ 600 നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യാം. അപ്പം 1800 വരും റെന്റ്. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടെ ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, 11,900. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ ഇതിൽ അസറ്റ്സും ലാബിലിറ്റീസും ഒക്കെ എഴുതണം, അതുകൂടാതെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസ് ഒക്കെ എഴുതണം അല്ലേ. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസ് എഴുതുവാണെങ്കിൽ ആദ്യം കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റിസീവ് ചെയ്തു പോയി, അപ്പോൾ അടുത്ത വർഷം ഇനി റിസീവ് ചെയ്യില്ല, അതുകൊണ്ട് അത് ലാബിലിറ്റി സൈഡിൽ 800 ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് റെന്റ് റിസീവബിൾ, റെന്റ് ഈ വർഷം റിസീവ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ റിസീവ് ചെയ്തില്ല, അപ്പോൾ അടുത്ത വർഷം നമുക്കത് റിസീവ് ചെയ്യും അല്ലേ, റെന്റ് റിസീവ് ചെയ്യും, അതുകൊണ്ട് അത് അസറ്റ് സൈഡിൽ കാണിക്കാം. ടെലിഫോൺ ചാർജസ് ഡ്യൂ ആണ്, പക്ഷെ നമ്മളത് പേ ചെയ്തിട്ടില്ല, അപ്പോൾ അടുത്ത വർഷം പേ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് നമ്മളത് ലാബിലിറ്റി സൈഡിൽ കാണിച്ചു. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് നമ്മൾ പേ ചെയ്യേണ്ടതാണ്, അത് പേ ചെയ്തില്ല, 400 അടുത്ത വർഷം പേ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് അത് ലാബിലിറ്റി സൈഡിൽ കാണിച്ചു. സാലറി പ്രീപെയ്ഡ്, സാലറി നേരത്തെ നമ്മൾ പേ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അടുത്ത വർഷം അത്രയും കുറച്ച് പേ ചെയ്താൽ മതി, അതുകൊണ്ട് തന്നെ സാലറി പ്രീപെയ്ഡ് അസറ്റ് സൈഡിൽ കാണിക്കാം. ഇനി സ്റ്റോക്ക് എവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്, അസറ്റ് സൈഡിൽ കാണിക്കണം. അതുകൂടാതെ ഇനി ട്രയൽ ബാലൻസിൽ കിടക്കുന്ന അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസും കൂടി പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ കിടക്കുന്ന ലാബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു, നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, പിന്നെ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കാണിക്കണം അല്ലേ. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഇനി അസറ്റ് സൈഡ് കാണിക്കാം. അപ്പോൾ അസറ്റ് സൈഡ് എഴുതുമ്പം ആദ്യം നമ്മൾ ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്, അതുകൊണ്ട് ആദ്യം ക്യാഷ് തന്നെ കാണിക്കണം. അപ്പോൾ ക്യാഷ് ഏതൊക്കെ കാണിക്കണം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കാം, പിന്നെ നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് കാണിക്കാം, പിന്നെ സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ലാസ്റ്റ് വേണം നമ്മൾ ഫിക്സഡ് അസറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡെറ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് എഴുതിയിട്ടുണ്ട്, പിന്നെ അസറ്റ് ആയ ബിൽഡിങ്ങും കൂടി കാണിക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് എഴുതാം, അതപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന്, ട്രയൽ ബാലൻസിനകത്ത് ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഒന്നിക്കിൽ എക്സ്പെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഒന്നിക്ക് ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം സൈഡിൽ എഴുതേണ്ട ഐറ്റം ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ലാബിലിറ്റി ആയിരിക്കും. അപ്പോൾ ആ ബേസിൽ വേണം പോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻസസും അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ എന്തിൻ്റെ ബേസിലാണ് ചെയ്യുക, അടുത്ത വർഷം നമുക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് ആലോചിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ട്രേഡിംഗ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4 എണ്ണം നമ്മൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം പഠിച്ചു, പിന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പഠിച്ചു. അപ്പോൾ ഈ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഒരു ബുക്കിനകത്ത്, ഒരു പ്ലേസിനകത്ത് എല്ലാം ഒരുമിച്ച് എഴുതി വെക്കാം. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് എഴുതാം, അതിൻ്റെ 2 സൈഡിൽ എന്തൊക്കെ ചെയ്യേണ്ട, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 1 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യണം, 2 ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണെങ്കിൽ, മീൻസ് ഒരു സൈഡ് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ, ട്രയൽ ബാലൻസിന് അകത്ത് തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓരോ ഐറ്റം എഴുതിയിട്ട് 4 ഐറ്റം വരെ പഠിച്ചത് വരെ എവിടെയെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിൻ്റെ ബാക്ക് സൈഡിലോ എഴുതി വെക്കുക, ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട്, അതിൻ്റെ 2 ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ട്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഈ പേപ്പർ മാത്രം പഠിച്ചാൽ മതിയല്ലോ, ബാക്കി നമുക്ക് അത് നോക്കിയിട്ട് എൻട്രി നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.